ഒരു കാര്യമില്ലാതെ ചില ആളുകൾ നമ്മളെ അങ്ങ് ചുമ്മാ പുകഴ്ത്തി പറയും. എന്തിനാണെന്ന് അറിയാൻ പാടില്ല. വെറുതെ സങ്കീർത്തനം എന്ന് പറയണമെങ്കിൽ എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു. അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു. കേൾക്കുമ്പോഴേ അറിയാം പറയണത് നുണയാണ്. അച്ഛൻ്റെ പ്രസംഗം എന്ത് സൂപ്പറായിരുന്നു, എൻ്റെ പൊന്നോ അടിപൊളിയായിരുന്നു. എന്താ പറഞ്ഞതെന്ന് എങ്ങാനും ചോദിച്ചു പോയാൽ അങ്ങോട്ട് പെട്ടുപോകും. ഇമാതിരി ഡയലോഗാണ് അടിക്കുന്നത്. ഒരു ആത്മാർത്ഥതയില്ലാതെ വെറുതെ എല്ലാവരുടെയും പ്രീതി മേടിച്ച് പിടിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ടാണ് അവരിങ്ങനെ കപടമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം അവർക്ക് പറ്റണത് അറിയാമോ? ഒരാളും അവരെ വിശ്വസിക്കാനാണ് വരികയാണ്. കാരണം എല്ലാവർക്കും മനസ്സിലാവും ഈ പറയണത് ചുമ്മാ പോച്ചടിയാണ്. ഞാൻ നിന്റെ കൂട്ടത്തിലുണ്ടാവും. നീ ഇല്ലാതെ ഞാനെന്ത്, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഈ ബെസ്റ്റ് ഫ്രണ്ട് നീയാണെന്ന് പറഞ്ഞിട്ട് കാരണം എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കണവന് അവൻ ആരുടെ ബെസ്റ്റ് ഫ്രണ്ടാ? ആരുടെയും ബെസ്റ്റ് ഫ്രണ്ട് അല്ല. കപടമായി നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വിശ്വാസതയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം ഒരാളും ഒരു സ്ഥലത്തിലും നമ്മളെ വിശ്വസിക്കില്ല. തിരിച്ചറിയാൻ പറ്റട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.